ഓക്കെ, വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ. ഈ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലിൽ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ടാവുക 89 ചോദ്യങ്ങളാണ്. ഈ 89 ചോദ്യങ്ങൾ 89 സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. ഈ 89 സ്റ്റേറ്റ്മെൻറ്റുകളും ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. 15 വയസ്സുള്ള ഒരു കുട്ടി നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ മാത്രം ഈ 89 വായിച്ചാൽ മതി. നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടി 1 വയസ്സുള്ള കുട്ടിയാണ് എങ്കിൽ ആദ്യത്തെ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ, ഏജ് 0 മുതൽ ഈ വർഷം വരെ. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 17 വായിച്ചാൽ മതി. ഇനി രണ്ടാമത് 2 വയസ്സ് വരെയുള്ള കുട്ടിയാണ് വരുന്നത് എങ്കിൽ ആദ്യത്തെ 34 1 മുതൽ 34 വരെ വായിക്കാം. ഇനി 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടി 3 വയസ്സുള്ളൊരു കുട്ടിയാണ് വരുന്നത് വെച്ചാൽ 1 മുതൽ 44 വരെ വായിക്കാം. അല്ല, ഇനി 4 വയസ്സ് വരെയുള്ള കുട്ടിയാണ് വരണമെങ്കിൽ 50 വരെ വായിക്കുക. 5 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ 56 വരെ വായിക്കുക. അങ്ങനെയാണ് വരിക. ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിക്കാം. നിങ്ങളെ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, 2 വയസ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അത് നമ്മളെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. പക്ഷേ അതെന്ത് ചെയ്യരുത്, നമ്മളെ കൂടെ ഇൻവിജിലേറ്റർ ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള 2 വയസ്സുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി എന്ന് പറയാൻ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 15 വയസ്സുള്ള ഒരു കുട്ടിയുടേതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനും ഒരുപാട് സമയമെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ മാർക്ക് ടോട്ടൽ ചെയ്യാനും സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുതാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. ഒന്നുമില്ല, അവരോട് പറയാം, നിങ്ങളെ വീട്ടിൽ 2 വയസ്സുള്ള കുട്ടികളുണ്ടോ എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് നിങ്ങൾ പറയാമോ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ 2 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ 2 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറയാം, അത് കറക്റ്റാണെന്ന് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 2 വയസ്സുകൊണ്ട് അത് തീർക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കോറിംഗ് ആണ്. സ്കോറിങ് ഒന്നുകിൽ കറക്റ്റാണെങ്കിൽ, ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ ശരി, അപ്പോൾ ടിക്കിട്ട് വെക്കുക. തെറ്റാണെങ്കിൽ തെറ്റിട്ട് വെക്കുക. കൺഫ്യൂഷൻ വരികയാണ്, കുട്ടിയൊന്ന് പറയാണ്, അവരുടെ പാരൻറ്റ് മറ്റൊന്ന് പറയണം. ഇപ്പോൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് മൈനസ് ഇടാം. നമുക്ക് വേണമെങ്കിൽ അത് ഗസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ചിലപ്പോൾ കുട്ടി പറഞ്ഞതായിരിക്കും ശരി, അപ്പോൾ നമുക്ക് 1 മാർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് നിന്നുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ മൈനസ് അടയാളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കോർ കൊടുക്കേണ്ടത് ശരിയാണെങ്കിൽ 1 കൊടുക്കുക, തെറ്റാണെങ്കിൽ നോ ആണെങ്കിൽ 0 കൊടുക്കുക, കൺഫ്യൂഷനുള്ള റെസ്പോൺസ് ആണെങ്കിൽ 0.5 കൊടുക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ 2 വയസ്സ് വരെയുള്ള 1 വയസ്സ് വരെയുള്ള കുട്ടിയാണെന്ന് കരുതാം. 1 വയസ്സ് വരെയുള്ള കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു, എല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ടാവും, 17 കിട്ടിയിട്ടുണ്ടാവും അല്ലേ. എല്ലാം ശരിയാണെങ്കിൽ 17 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം കൊടുക്കുകയാണ്. 1 1 1 1 അങ്ങനെ 17നും 1 മാർക്കാണ് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ നമുക്ക് 17ന് ആ വ്യക്തി കിട്ടിയ മാർക്ക് 17ആണ്. അത് നമ്മൾ ജസ്റ്റ് അവിടെ മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിന് എന്താണ് സോഷ്യൽ മെച്യൂരിറ്റി അല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്. സോഷ്യൽ കോഷ്യൻ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇതാണ് സോഷ്യൽ കോഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ. സോഷ്യൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോഷ്യൽ ഏജ്, ക്രോണോളജിക്കൽ ഏജ്, ഇത് അവിടെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടേബിൾ നിങ്ങൾ വരക്കണം. ഓരോ ടേബിളും എല്ലാത്തിലും ഒന്നുണ്ടാവും, സ്കോറിംഗ് ടേബിൾ ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരിക. 4 സൈക്കോമെട്രിക് ടെസ്റ്റിലും സ്കോറിംഗ് ടേബിൾ ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് സീരിയൽ നമ്പർ, നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷനൊക്കെ എഴുതിയിട്ടുള്ള റോ സ്കോർ എന്ന് പറഞ്ഞാൽ ഏതാണ്? റോ സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സ്കോറാണ്. അതായത് ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടി നിങ്ങളുടെ മുമ്പിൽ വന്നു. 1 വയസ്സുള്ള കുട്ടിയോട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് എല്ലാം ശരിയാണ്, കറക്റ്റാണ് എന്നാണ് ആ വ്യക്തി പറഞ്ഞത് എങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുക? 17ആണ് കിട്ടുക. അപ്പോൾ 17 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 17 റോ സ്കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ റോ സ്കോർ ഇവിടെ 17 എഴുതാം. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അതിൻ്റെ ഇടയിൽ 17 എഴുതാം. ഓക്കെ, ഈ 17 ഇതിന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. 17
17 നമുക്ക് കിട്ടി. അപ്പോൾ റോ സ്കോർ നമുക്ക് 17 കിട്ടി. പിന്നെ നമ്മൾക്ക് കിട്ടിയത് എന്താണ്, സോഷ്യൽ ഏജ് ആണ് കാണേണ്ടത്. സോഷ്യൽ ഏജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു സ്കോറിംഗ് ടേബിൾ തരും. ഓക്കെ, ഇതാണ് സോഷ്യൽ ഏജ് എസ് എ. ഇത് വെച്ചിട്ട് നമുക്ക് സോഷ്യൽ ഏജ് കാണാൻ പറ്റും. 17 അല്ലേ നമുക്ക് കിട്ടിയത്, 17 നമുക്ക് കിട്ടിയ എന്ത് സ്കോറ്. അപ്പോൾ 17ൻ്റെ നേരെയുള്ള വാല്യൂ ആണെന്ത്, സോഷ്യൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഏജ് അപ്പോൾ എത്രയാണ്, 1 അല്ലേ. അപ്പോൾ സോഷ്യൽ ഏജ് എടുത്തു. അപ്പോൾ ടേബിൾ എവിടെയാണ്, ടേബിൾ സോഷ്യൽ ഏജ് എന്നുള്ളിടത്ത് നമ്മൾ എത്ര എഴുതണം, ടേബിളിൽ നോക്കിയിട്ട് 1 എഴുതണം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സോഷ്യൽ ഏജ് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ എടുക്കണം. ഇക്വേഷനുകൾ കണ്ടല്ലോ, സോഷ്യൽ കോഷ്യൻ്റ് ഈക്വൽ ടു സോഷ്യൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. ഇപ്പോൾ സോഷ്യൽ ഏജ് എത്രയാണ് നമുക്ക് കിട്ടിയത്, നമ്മൾ സ്കോറിംഗ് ടേബിളിൽ നിന്ന് 1 നമുക്ക് കിട്ടിയില്ലേ, സോഷ്യൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രോണോളജിക്കൽ ഏജ് പറഞ്ഞാൽ അയാളെ ബയോളജിക്കൽ ഏജാണ്. ഒരു കുട്ടി ജനിച്ചിട്ട് എത്ര വയസ്സായി എന്നുള്ളത് നമ്മൾ നോക്കുക. ഇപ്പോൾ നമ്മൾ എത്ര വയസ്സുള്ള കുട്ടിയുടെ നോക്കിയത്, 1 വയസ്സുള്ള കുട്ടിയതാണല്ലോ നമ്മൾ നോക്കിയത്. അപ്പോൾ 1 1 വയസ്സല്ലേ. അപ്പോൾ നമുക്ക് ക്രോണോളജിക്കൽ ഏജ് 1 ഇൻറ്റു 100, ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1/1. അപ്പോൾ എന്ത് ചെയ്തു, 100 ഹരിക്കണം എത്ര, അപ്പോൾ ഇതിന് എത്ര ആൻസർ കിട്ടുക, 1 ഹരിക്കണം 1 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100 കിട്ടും അല്ലേ. 100 കിട്ടും. 100 കിട്ടിയത് എങ്ങനെ മനസ്സിലായോ, നമുക്ക് ചെയ്യാം, ഇക്വേഷനാണ്. അപ്പോൾ 100ന് എന്ത് ചെയ്യാം, 1 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് 100 കിട്ടും. 100 കിട്ടിയിട്ട് 100 ഹരിക്കണം 1. അപ്പോൾ നമുക്ക് 100 തന്നെയാണ് ആൻസർ കിട്ടുക. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വരും. ഇപ്പോൾ 101 കിട്ടും, 99 കിട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വാല്യൂസ് ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഏതെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് 100 കിട്ടിയെന്ന് കരുതാം, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്കോറിംഗ് ടേബിളിൽ എല്ലാ ടേബിളുകളും ഒന്നും മനസ്സിലാക്കി വെക്കേണ്ട. താഴെ ഏകദേശം വരിക, നമുക്ക് കിട്ടുന്ന ഒരു ലെവൽ വരിക, ഈ ലെവലിലാണ് നമുക്ക് കുട്ടികൾ വരിക. അതിൻ്റെ താഴെയൊക്കെ സീവിയർ ഇഷ്യൂസാണ്, മുകളിലും നോർമലും അബ്നോർമലൊക്കെയാണ് വരിക, സുപ്പീരിയറൊക്കെയാണ് വരിക. അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ സാധാരണ നമ്മളെ മുമ്പിൽ വരാറില്ല. ഓക്കെ, നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികൾ സാധാരണഗതിയിൽ പെർഫെക്റ്റ് ആവറേജ് കുട്ടികളായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 100 കിട്ടുന്നത് എങ്കിൽ സാധാരണഗതിയിൽ 100 തന്നെയാണ് കിട്ടുക. അപ്പോൾ പെർഫെക്റ്റ് ആവറേജ് ആണ് കിട്ടുക. ഈ 100ന് തൊട്ട് താഴെ, 100ൻ്റെയും ഒരു 109ൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ ഒരു ആവറേജ് എന്ന് പറയും, ഒരു നോർമൽ ഫങ്ഷനിങ് ആണ്. ലേശം കൂടുതലോ ലേശം കുറവൊക്കെ വരികയാണെങ്കിൽ നോർമൽ ഫങ്ഷൻ. ഒരു 99 കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 98ഒക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ അത് ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു 80 മുതൽ 89 വരെ അതൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. കിട്ടുകയാണെങ്കിൽ ലോ ആവറേജ് എന്ന് പറയും. പിന്നെ അതിൻ്റെ താഴേക്ക് വരുന്നത് സീവിയർ ഇഷ്യൂസ്, ബോർഡർ ലൈനും അങ്ങനെയൊക്കെ കുറേ സീവിയർ ഇഷ്യൂസൊക്കെ ഉള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മളെ മുമ്പിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു തരുമൊന്നുമില്ല. നോർമലി വീട്ടിൽ ഹാപ്പി ആയിട്ട് മക്കളൊക്കെ ഒപ്പം മറ്റാരുടെയെങ്കിലും കൂടെ എന്താണ് ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്റ്റുഡൻസിൻ്റെ കൂടെ വരുന്ന മക്കളാരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ കിട്ടുക. അപ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല, ഇങ്ങനെയുള്ള സീരിയസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ആവറേജ് ഇഷ്യൂ ആയിരിക്കും, ആവറേജ് ആയിരിക്കും അവരുടെ ഇതുണ്ടാവുക എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ട് ഒരു ആവറേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 90ഉം 109ൻ്റെ ഇടയിലാണ് ആവറേജ് വരുന്നത്. 90, 100 ആ ലെവലൊക്കെ കിട്ടും. അപ്പോൾ ആവറേജ് എടുക്കാം. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടേബിളിലേക്ക് ഇപ്പോൾ എത്രയാണ് നമുക്ക് സോഷ്യൽ കോഷ്യൻ്റ് 100 കിട്ടി. 100 കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവറേജ്. ഇതാണ് ഇവിടെ നമ്മൾ സ്കോറിംഗ് ടേബിളിൽ ചെയ്യേണ്ടത്. ഈ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 എണ്ണമാണ്. ഒന്നെന്താണ്, സ്കോറിങ് ശരിയാണെങ്കിൽ 1 മാർക്ക്, തെറ്റാണെങ്കിൽ 0 മാർക്ക്. ഇനി നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ 0.5 മാർക്ക്. ഓക്കെ, അത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. രണ്ടാമത് നിങ്ങൾ കാണാതെ പഠിച്ചു പോകേണ്ടതാണ് എന്ത്, ഇക്വേഷൻ, സോഷ്യൽ കോഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
സോഷ്യൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പിന്നെ ഈ ടേബിളിലേക്ക് ആഡ് ചെയ്യുക. സ്കോറിംഗ് ടേബിൾ എല്ലാത്തിലും ഉണ്ടായിരിക്കും. 4 ടെസ്റ്റിലും സ്കോറിംഗ് ടേബിൾ ഉണ്ടായിരിക്കും. ഓരോന്നിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ചോദിച്ചോളൂ. ഈ ടേബിളല്ലേ നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് ടേബിൾ? ഇതും തരും. അതോടൊപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഈ 89 ചോദ്യങ്ങളും നമുക്ക് തരും, സ്റ്റേറ്റ്മെൻറ്റുകളും തരും. അപ്പോൾ അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 15 വയസ്സുള്ള സ്റ്റുഡൻറ്റ് നിങ്ങളെ മുമ്പിൽ വരികയാണെങ്കിൽ 15 വയസ്സ് വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കരുത്. നല്ലത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ കുട്ടിയോട് നിങ്ങൾ 2 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് 2 വയസ്സ് വരെ ചെയ്താൽ മതി. അതാവും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് സമാധാനത്തോടു കൂടി റിപ്പോർട്ട് എഴുതാനൊക്കെ ഉള്ള സമയം കിട്ടും. അപ്പോൾ മറ്റേത് 15 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഓർത്തെടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരും. ഇനി ഓക്കെ, നിങ്ങൾക്ക് 15 വയസ്സ് വരെ എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ ഏറ്റവും മനസ്സിലാക്കാനുള്ള സത്യം പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് ഇക്വേഷനാണ്. ഇക്വേഷൻ മറക്കരുത്. എന്താണ്, സോഷ്യൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. പിന്നെ ടേബിള് മതി. സാധാരണഗതിയിൽ പാരൻസിനെയോ അല്ലെങ്കിൽ കുട്ടിയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. എനിക്ക് തോന്നുന്നു 65 പേരൊക്കെ ഉണ്ട് തോന്നുന്നു അടുത്ത എക്സാമിന്. അപ്പോൾ അത്ര അധികം ആൾക്കാർ വരുമ്പോൾ അവർ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു സൗകര്യം ഉണ്ടാവും, കൂടുതൽ പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ കിട്ടുന്ന ആൾക്കാർ ചിലപ്പോൾ കുട്ടികളായിരിക്കാം, പാരൻസ് ആയിരിക്കാം. അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ. പിന്നെ അവരോട് കൂടുതൽ സമയം സംസാരിച്ചിരിക്കരുത്. പെട്ടെന്ന് എന്ത് ചെയ്യുക, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, പെട്ടെന്ന് തിരിച്ചയക്കുക. നമുക്ക് എക്സാം എഴുതാനുള്ളതാണ്. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.